കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയിൽ സംഭവിച്ച ചില ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഉക്രൈന്റെ ഡ്രോണുകൾ റഷ്യയുടെ ഹൃദയഭാഗം തകർത്തതോടെ വ്ലാഡിമിർ പുടിൻ ഇപ്പോൾ കടുത്ത ദേഷ്യത്തിലാണ്. പക്ഷേ നമ്മളെ ഞെട്ടിക്കേണ്ടത് അതൊന്നുമല്ല. മോസ്കോ കത്തിയതിന് പിന്നാലെ റഷ്യൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോവ് ലോകത്തിന് നൽകിയ ആ അവസാന മുന്നറിയിപ്പാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് വഴങ്ങിയിട്ടില്ലെങ്കിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആണവാക്രമണങ്ങൾ റഷ്യ നടത്തുമെന്നാണ് പരസ്യമായ ഭീഷണി. അതെ, ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തൊട്ടരികിലാണ്. പുടിൻ ശരിക്കും ആ അണുബോംബ് ബട്ടൺ അമർത്തുമോ? ശ്വാസമടക്കി പിടിച്ച് മാത്രം കേൾക്കേണ്ട വർത്തമാനകാലത്തെ ഏറ്റവും ഭീതിജനകമായ രാഷ്ട്രീയ യാഥാർത്ഥ്യം. യുദ്ധം തുടങ്ങിയ കാലം മുതൽ ആക്രമണങ്ങൾ ഉക്രൈൻ അതിർത്തികളിൽ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറി. ഉക്രൈൻ തിരിച്ചടിക്കാൻ തുടങ്ങിയത് നേരിട്ട് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഒരേ സമയം ഡസൻ കണക്കിന് ഉക്രൈനിയൻ ഡ്രോണുകളാണ് മോസ്കോ ലക്ഷ്യമാക്കി പറന്നു വന്നത്. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് അവരുടെ സാമ്പത്തിക നട്ടെല്ലായ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഭീകരമായ ആക്രമണമാണ് ഉക്രൈൻ നടത്തിയത്. ഈ ആഴ്ചയിൽ മാത്രം ഇത് രണ്ടാം തവണയാണ് മോസ്കോയിലെ പ്രധാന എണ്ണ ഡിപ്പോകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. റഷ്യയുടെ അഭിമാനമായ വിമാനത്താവളങ്ങളിൽ നിന്നും ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കേണ്ടി വന്നു. ആകാശത്തു നിന്നും കരിയോയിൽ കലർന്ന കറുത്ത മഴ പെയ്തതായി നാട്ടുകാർ ഭീതിയോടെ റിപ്പോർട്ട് ചെയ്തു. മോസ്കോ നഗരം മുഴുവൻ കറുത്ത വിഷപ്പുകയിലായിരുന്നു എന്നത് റഷ്യക്കേൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല. ഈ കനത്ത പ്രഹരത്തിന് തൊട്ടു പിന്നാലെയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആ ബോൾഡ് പ്രസ്താവന നടത്തിയത്. ഞങ്ങൾക്ക് ഈ യുദ്ധം വേണ്ടായിരുന്നു, എന്നാൽ ഞങ്ങളുടെ രാജ്യം കത്തുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ മോസ്കോയും കത്തും. ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ കയറി റഷ്യയെ വെല്ലുവിളിക്കാൻ സെലൻസ്കിക്ക് ഇപ്പോൾ ഭയമില്ലാതെയായിരിക്കുന്നു. തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റതോടെ പുടിന്റെ ഏറ്റവും വിശ്വസ്തനും റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായ സെർജി ലാവ്റോവ് പരസ്യമായി രംഗത്തെത്തി. ഇത്തവണ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം ഭീഷണി മുഴക്കിയത്. അദ്ദേഹം പറഞ്ഞു, പാശ്ചാത്യ സഖ്യത്തിൽ നിന്നും റഷ്യ ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ ഭീഷണിയാണ് നേരിടുന്നത്. നിലവിലെ സംഘർഷങ്ങൾ കൈവിട്ടു പോയാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കും ആണവ യുദ്ധത്തിലേക്കും നയിക്കും. നാറ്റോ സഖ്യവും റഷ്യയും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഇരുപക്ഷവും തമ്മിലുള്ള ആണവ ആക്രമണങ്ങളിലേക്ക് വഴിമാറും. അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. റഷ്യയുടെ പക്കൽ 5000-ലധികം സജീവ ആണവായുധങ്ങളുണ്ട്. ലോകത്തെ മുഴുവൻ പലതവണ ചാരമാക്കാൻ ശേഷിയുള്ള ആയുധശേഖരം. ലാവ്റോവ് പാശ്ചാത്യ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് വെറുതെയല്ല. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യൻ അതിർത്തികളിലേക്ക് തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ സാമ്രാജ്യത്വ മോഹമുണ്ടെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. ഉക്രൈനെയും മോൾഡോവയെയും തങ്ങളുടെ ഭാഗമാക്കാനാണ് പാശ്ചാത്യർ ഇപ്പോൾ ശ്രമിക്കുന്നത്. നാറ്റോ സഖ്യം ഇതിനകം തന്നെ കിഴക്കോട്ട് വ്യാപിച്ച് ഫിൻലാൻഡിനെയും സ്വീഡനെയും തങ്ങളുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞു. ഇത് റഷ്യയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. യഥാർത്ഥത്തിൽ റഷ്യ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ മാർച്ചിൽ മാത്രം യുദ്ധമുന്നണിയിൽ റഷ്യക്ക് 40 ചതുരശ്ര മൈൽ പ്രദേശം നഷ്ടമായിരുന്നു. ഇതിനു പുറമെയാണ് റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സായ എണ്ണ വ്യവസായത്തിന് നേരെ ഉക്രൈൻ നിരന്തരം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത്. റഷ്യ കനത്ത തിരിച്ചടികൾ നേരിടുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ റഷ്യയിലെ തീവ്ര ദേശീയവാദികളും പുടിൻ അനുകൂലികളും ഭരണകൂടത്തിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനിയാണ് പ്രൊഫസർ ഡൂംസ്ഡേ അല്ലെങ്കിൽ അന്ത്യവിധിയിലെ പ്രൊഫസർ എന്നറിയപ്പെടുന്ന പുടിന്റെ പ്രധാന ഉപദേശകൻ സെർജി കാരഗനോവ്. അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? ദൈവം സഹായിക്കട്ടെ, നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ ആണവാക്രമണം നടത്തേണ്ടി വന്നേക്കാമെന്ന്. പാശ്ചാത്യർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച ഈ ഭയങ്കരമായ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഞാനിത് ആവശ്യപ്പെടുന്നത്. ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഭയം അവരിൽ വീണ്ടും ഉണ്ടാക്കിയാലേ ഈ യുദ്ധം അവസാനിക്കുമെന്ന്. മറ്റൊരു തീവ്ര ദേശീയവാദിയായ ശതകോടീശ്വരനായ കോൺസ്റ്റാന്റിൻ പറയുന്നത്, പുടിനോട് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ: നമ്മൾ എപ്പോഴാണ് ശരിക്കും യുദ്ധം ചെയ്യാൻ തുടങ്ങുക? നമ്മുടെ പൂർവികർ ഇത്തരം സന്ദർഭങ്ങൾക്കായി ശേഖരിച്ചു വെച്ചിട്ടുള്ള ആണവായുധങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്ന്. ഭരണകൂടത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ആണവായുധത്തിന് വേണ്ടി കടുത്ത സമ്മർദ്ദം ഉയരുമ്പോൾ പുടിന് എത്ര നാൾ മാറി നിൽക്കാൻ സാധിക്കും? റഷ്യയുടെ ഈ ഭീഷണികൾക്ക് മുന്നിൽ ഉക്രൈൻ ഒട്ടും പിന്മാറുന്നില്ല. അവർ തങ്ങളുടെ അടുത്ത നീക്കങ്ങൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ബ്രസൽസിൽ വെച്ച് നാറ്റോ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി സെലൻസ്കി നിർണായക ചർച്ചകൾ നടത്തി. റഷ്യയുടെ വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കുന്നതിനുള്ള
ഒരു അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനം സംയുക്തമായി വികസിപ്പിക്കുന്നതിന് ജർമ്മനിയും ഉക്രൈനും തമ്മിൽ ഔദ്യോഗിക കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇതിനെ ആന്റി ബാലിസ്റ്റിക് മിസൈൽ സഖ്യം എന്നാണ് സെലൻസ്കി വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രതിരോധ ഊർജ്ജ മേഖലകൾക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധം ശക്തമാക്കണമെന്നും വ്ലാഡിമിർ പുടിനെ യുദ്ധം അവസാനിപ്പിക്കാനായി നിർബന്ധിതനാക്കണമെന്നും സെലൻസ്കി അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നയതന്ത്ര ചർച്ചകൾക്ക് റഷ്യ ഇപ്പോഴും തയ്യാറാണെന്ന് ലാവ്റോവ് പറയുന്നുണ്ടെങ്കിലും അത് പുടിന്റെ നിബന്ധനകൾക്ക് വിധേയമായി റഷ്യൻ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള ആയിരിക്കണമെന്നാണ് റഷ്യയുടെ വാശി. അതിന്റെ അർത്ഥം സമാധാന ചർച്ചകൾക്ക് നിലവിൽ യാതൊരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഒരു വശത്ത് തങ്ങളുടെ എണ്ണ നിലയങ്ങൾ തകർത്തതിന് വലിയ രീതിയിൽ പ്രതികാരം ചെയ്യുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. ഉക്രൈന്റെ യുദ്ധസന്നദ്ധയെ ബാധിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ഇനി മുതൽ നിരന്തരമായി വലിയ കൂട്ടാക്രമണങ്ങൾ നടത്താൻ വ്ലാഡിമിർ പുടിൻ നേരിട്ട് ഉത്തരവിട്ടും കഴിഞ്ഞു. മറുഭാഗത്താകട്ടെ നാറ്റോയുടെ അത്യാധുനിക ആയുധങ്ങളുടെ കരുത്തിൽ റഷ്യയുടെ ഉള്ളിലേക്ക് കയറി ആക്രമിക്കാൻ ഉക്രൈനും മടിക്കുന്നില്ല. അപ്പോൾ ഈ ഈഗോ യുദ്ധത്തിൽ ആരെങ്കിലും ഒരാൾ ആ അണുബോംബിന്റെ ബട്ടൺ അമർത്തിയാൽ തീരുന്നതേയുള്ളൂ നമ്മൾ ഇന്ന് കാണുന്ന ഈ ആധുനിക ലോകം. മോസ്കോയിൽ പെയ്ത ആ കറുത്ത മഴ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചന തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? റഷ്യ ശരിക്കും ആണവായുധം ഉപയോഗിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇത്തരം നിർണായക വിവരങ്ങൾ വേഗത്തിൽ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയാം. ഒരു ആണവായുധം അല്ലെങ്കിൽ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ചോരക്കളികൾ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കേണ്ട കാലമാണിത്. സമാധാനം മുന്നോട്ട് വയ്ക്കേണ്ട കാലമാണിത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ.